ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സൂപ്പർ മോം സീരീസ് നിന്ന് ഫെബിയാണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഞാനിത് ക്ലയൻസിന് ഓർഡർ ചെയ്ത് വരുത്തിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് അത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അതായത് എന്തായാലും ഇവിടെ വന്നതിന് ശേഷം എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ആൾക്കാർക്ക് പിന്നെ കാർഗോ ആയിട്ട് അയക്കുന്നത്. അപ്പോൾ പലരുമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫുള്ളായിട്ടൊന്ന് കാണിക്കണം എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചിട്ടുള്ള ഒരു സ്റ്റീമറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ആ ഒരു സ്റ്റീമർ. അലുമിനിയം ബേസിൽ മാർബിൾ കോട്ടിങ്ങോട് കൂടിയാണ് ഈ ഒരു സ്റ്റീമർ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ഡബിൾ പോർഷനാണ് വരുന്നത്, അതായത് താഴെ ഒരു സ്റ്റോക്ക് പോട്ടും മേലെ സ്റ്റീമറുമാണ്. നല്ല സേഫ് ആയിട്ടുള്ള ഹാൻഡിൽസാണ് ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ഈ സ്റ്റോക്ക് പോട്ടും മുകളിലത്തെ പോർഷനും കൂടി പാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് സിലിക്കോണിൻ്റെ ഒരു റിങ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനുകൊണ്ടുള്ള ഗുണം വെച്ചാൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടാണ്, അതായത് സ്റ്റീം പുറത്തേക്കൊന്നും ലീക്ക് ആവാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സീ ത്രൂ ആയിട്ടുള്ള ഗ്ലാസ് ലിഡാണ് ഈ ഒരു പ്രോഡക്റ്റിന് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മോഡൽ. ഇതൊരു 2-3 സൈസസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് പ്രോഡക്റ്റ് ലിങ്ക് കൊടുക്കാം. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ലിങ്ക് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. താഴത്തെ പോർഷനിലുള്ള ആ ഒരു സ്റ്റോക്ക് പോട്ട് നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് റൈസ്, കറി എല്ലാം നമുക്കിതിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 3 ഡിഫറെൻറ്റ് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ആ ഒരു വലിയ സൈസ് ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് തോന്നുന്നു. ബാക്കി 2 സൈസസും ഉണ്ട്. ഇതിപ്പം ഒരു മീഡിയം സൈസിലുള്ളതാണ് ഞാൻ ഈ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. പ്രൈസും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് നിങ്ങൾക്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റീമറാണ്. അതായത് നമുക്ക് സ്റ്റീമൊന്നും പുറത്ത് ലീക്ക് ആവാത്ത രീതിയിൽ ഉള്ള സംവിധാനമൊക്കെ ഈ ഒരു സ്റ്റീമറിനുണ്ട്. പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി പ്രതീക്ഷിക്കാം. ഇത് ഗ്രേ കളറിൽ കൂടി അവൈലബിൾ ആണ്. ഇത് ബ്ലാക്കിലും ഗ്രേയിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് തന്നെ മുൻപ് പിങ്കിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിങ്കൊന്നും ഇപ്പോൾ കാണുന്നില്ല സൈറ്റിൽ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഡച്ച് ഓവൻ പോട്ട്സ് ആണ്. ഇത് മുൻപ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു ടീൽ കളറായിരുന്നു, പക്ഷേ ഇതൊരു സീ സോൾട്ട് ഗ്രീൻ കളറാണ്. അപ്പം ആ ഒരു കളർ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ റിവ്യൂസ് ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 3-4 മാസമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനിടയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഡച്ച് ഓവൻ പോട്ട്സ് കൊള്ളില്ല, പിന്നെ നോൺ സ്റ്റിക്കി അല്ല, അതായത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് പറഞ്ഞിട്ട് കളർ മാറുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻസും എനിക്ക് തോന്നിയിട്ടില്ല. അത് യൂസ് ചെയ്യേണ്ട വിധത്തിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് പിന്നെ അതിങ്ങനെ അതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അറിയുകയാണെങ്കിൽ എന്തായാലും ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ നമുക്ക് കാസ്റ്റ് അയൺ പോട്ട്സ് യൂസ് ചെയ്യാം. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫ്ലെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നമുക്ക് കാസ്റ്റ് അയൺ പോട്ട്സ് എന്തുകൊണ്ടും ഗുണകരമാണ്. പിന്നെ അപ്പോൾ ഈ ഒരു പോട്ട്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ കാസ്റ്റ് അയണിലാണ്, ഇനാമൽഡാണ്. ഓക്കെ, ഫുള്ളി ഇനാമൽഡാണ് അപ്പം അത് നമുക്ക് സീസണിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഫ്ലെയിമിൻ്റെ കാര്യം മാത്രം കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മളിതിപ്പം ഫസ്റ്റ് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഹീറ്റാവും. പിന്നെ ഈവൺ ആയിട്ടാണ് ഇത് ഹീറ്റ് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ അത് ഹീറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുക്കണം. പിന്നെയും അതേ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ട് സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യും, പിന്നെ അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മോഡറേറ്റ് ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. ഒരു തവണ ഹീറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോഡറേറ്റിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇനിയിപ്പം സിമ്മിനോട് അടുപ്പിച്ചിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഹീറ്റായി വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അതിൽ കുക്ക് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ഒരു 1/4 ഭാഗം ഇപ്പം ഇത് മീറ്റൊക്കെ ആണെങ്കിൽ ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇടാം. കാരണം ആ ഒരു ഹീറ്റിൽ തന്നെ കിടന്ന് വെന്തോളും. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഒരു പ്രോഡക്റ്റിന് കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല. പിന്നെ കളറ് മാറുന്നെന്ന് ആരോ പറഞ്ഞു, ഒരാളാണ് മാത്രം. ഇതുവരെ ഞാൻ കുറേ ആൾക്ക് സാധനം കൊടുത്തയച്ചിട്ടുണ്ട്, അപ്പോൾ ആരും തന്നെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ
ഒരു കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ കളർ മാറി. പക്ഷേ കളർ ഒരു കാരണവശാലും അല്ല. നമുക്കിത് പിന്നെ ഒരു തവണ കറിയൊക്കെ ആക്കിയിട്ട് അഥവാ കുറച്ച് അതിലേക്ക് സ്റ്റിക്ക് ആയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. കുറച്ച് നേരം വെള്ളത്തിൽ അതിൽ വെച്ച് വെള്ളം കുറച്ചൊരു 2-3 മിനിറ്റ് വെള്ളം കുറച്ച് നേരം അതിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കായിട്ട് ഞാനിവിടെ ലിങ്ക് ഷെയർ ചെയ്യാം. അതിൽ തന്നെ ഫെബിന 15 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അതും ഞാൻ അവിടെ പിന്നെ എഴുതിയിടുന്നുണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 15% ഡിസ്കൗണ്ട് കിട്ടും. അത് ഈ മാസം ലാസ്റ്റ് വരെയുള്ളൂ ഈ ഒരു ഡിസ്കൗണ്ട്. അപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പം തന്നെ പോയി വാങ്ങാം. 3-4 കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. UAE-യിലുള്ളവർക്കായിട്ടാണ് ഈ ഒരു ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്തവർ ഇപ്പോൾ നാട്ടിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ഡീറ്റെയിൽസും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതാ കംഫർട്ടേഴ്സാണ്. കംഫർട്ടേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പർച്ചേസ് ചെയ്തത് എല്ലാം തന്നെ ഓൺലൈനാണ്. ഹോം സെൻറ്ററിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പം ഈ കംഫർട്ടേഴ്സ് പലരുമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. നമുക്ക് നാട്ടിൽ കംഫർട്ടേഴ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കംഫർട്ടേഴ്സ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. കുറച്ച് ബ്രാൻഡഡ് ഷോറൂംസിനൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിരിക്കും. മാത്രമല്ല അത്ര എക്സ്പെൻസീവും അല്ല, ചീപ്പറാണ്. പിന്നെ കംഫർട്ടേഴ്സ് നമുക്ക് വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല. വോളിയം കുറച്ച് കൂടുതലായിരിക്കും കാർഗോയിൽ ഇട്ടയക്കുമ്പോൾ. പക്ഷെ അത് നിങ്ങളുടെ ബാക്കിയുള്ള പ്രോഡക്ട്സിൻ്റെ കൂടെ ഈ ഒരു പ്രോഡക്റ്റ് പോകുമ്പം അത് വലിയൊരു ഇഷ്യൂ അല്ല. നമുക്ക് അതൊക്കെ കവർ ചെയ്യാൻ പാകത്തിന് നമുക്ക് ഈ ഒരു കംഫർട്ടേഴ്സ് യൂസ് ചെയ്യാനും പറ്റും. 4 പീസായിരുന്നു ഈ ഒരു ക്ലയൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. 4 തന്നെ ഓൺലൈനിൽ നിന്ന് ഞാൻ ഡിസൈൻസ് എടുത്തിട്ട് അയച്ചു കൊടുത്തു. അവരതിൽ നിന്ന് കുറച്ചധികം ഡിസൈൻസ്, ഒരു 10 ഡിസൈൻസോളം അയച്ചു കൊടുത്തു, സെലക്റ്റീവായിട്ടുള്ളത്. അതിൽ നിന്ന് അവർ ചൂസ് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാനാണ് ഉണ്ടായത്. നമുക്ക് ഹോം സെൻറ്ററിൻ്റെ സൈറ്റിൽ പോയി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ നമുക്ക് അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 250 ദിറംസിൻ്റെ മുകളിലോട്ടുള്ള പർച്ചേസിന് ഫ്രീ ഡെലിവറിയും കൂടിയാണ്. അപ്പം പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറിയും ഉണ്ട്. അതുകൊണ്ട് ഈസിയാണ്. നമുക്ക് ഷോറൂമിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് ഈസിയാണ്. ഈ ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഓഫേഴ്സും ഇഷ്ടംപോലെ അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിൽ ഓഫേഴ്സ് ഇടയ്ക്കിടെ കാണാറുണ്ട്. അതായത് ഒരു 1 day 2 days ഒക്കെ പിന്നെ വാലിഡിറ്റി ഉള്ള ഓഫേഴ്സ് ആയിരിക്കും കേട്ടോ മിക്കവാറും കാണുന്നത്. ഈ 4 എണ്ണവും നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പർ കിങ് സൈസും പിന്നെ കിങ് സൈസും, ഈ 2 സൈസസാണ് അവർ ചൂസ് ചെയ്തത്. ഈ ഒരു പ്രോഡക്റ്റ് കോട്ടൺ മിക്സ് മെറ്റീരിയലിലാണ് വരുന്നത്, പ്രിൻറ്റഡ് ആണ്. ഇതിലേക്ക് വരുന്നത് ഇത് 3 പീസ് സെറ്റാണ് കേട്ടോ. അതായത് ഒരു കംഫർട്ടറും പിന്നെ 2 പില്ലോ കവറുമാണ് വരുന്നത്. എല്ലാം 3 പീസ് സെറ്റായിരുന്നു. നെക്സ്റ്റ് വൺ ഇതാണ്. പിന്നെ ഞാൻ കാറ്റലോഗ്സ് ക്ലയൻസിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഡിസ്ക്രിപ്ഷൻ നോക്കും എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്തിട്ട് തിരിച്ച് അയച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു വിശ്വാസമാണ് ഞാൻ നല്ലത് പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം പലർക്കുമായിട്ടുണ്ട്. ക്ലയൻസിന് യൂഷ്വലി ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് കുറച്ച് ചോയ്സസ് കൊടുക്കാൻ പറയും. എനിക്ക് സെലക്റ്റീവായിട്ട് തോന്നുന്ന ഐറ്റംസ് അവർക്ക് ചോയ്സായിട്ട് കൊടുക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവർ അതിൽ നിന്ന് ചൂസ് ചെയ്യലാണ് പതിവ്. അവർക്ക് എന്തോ ഒരു വിശ്വാസമാണ്. എന്നോട് പറയും നിങ്ങൾ തന്നെ ചൂസ് ചെയ്തോ, അതിൽ നിന്ന് നമ്മൾ നോക്കിയിട്ട് ഇഷ്ടമായത് എടുത്തോളാമെന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. റാബിറ്റ് ഫ്ലവർ മെറ്റീരിയലാണ് ഈ ഒരു കംഫർട്ടറിന് വരുന്നത്. അതായത് നമ്മൾ നോർമലി ബ്ലാങ്കറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ആ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഇതിൽ വരുന്നത്. ഇതും 3 പീസ് സെറ്റാണ്, കിങ് സൈസ് പില്ലോ കവറോട് കൂടിയിട്ടുള്ളത്. ഇതാണ് വേറൊരെണ്ണം. ഇത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ കാണിച്ച എല്ലാ കംഫർട്ടേഴ്സിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് ഞാനിതാ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദിർഹംസ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഇന്ത്യൻ റുപ്പീസിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. കൺവേർഷൻ റേറ്റ് നോക്കിയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. കംഫർട്ടേഴ്സ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ ഞാൻ ഡിസൈൻസ് അയച്ചു തരാം, സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അവരുടെ സൈറ്റിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ഡീറ്റെയിൽസും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യുമ്പം പറയാം കേട്ടോ. പിന്നെ ഈ കംഫർട്ടർ മാത്രമായിട്ട് എനിക്ക് അയക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങളുണ്ടെങ്കിൽ അതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് ഇതാ ഞാനിവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അടുത്തത് കുറച്ച് ബെഡ്ഷീറ്റ്സാണ്. അപ്പോൾ പലരുമായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് നാട്ടിൽ ഫിസൈഷിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്സ് അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്സൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്നാണ് നോർമലി പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ നോർമലി ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ബെഡ്ഷീറ്റ്സും നല്ല ക്ലോത്തും ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, കംപ്ലയിൻറ്റ്സ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഭംഗിയുള്ള ഡിസൈൻസും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ക്ലയൻസിന് ആവശ്യമാണെങ്കിൽ പാൻ ഹോമിൽ നിന്നും പിന്നെ ഹോം സെൻറ്ററിൽ നിന്നൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്, എടുത്തു കൊടുക്കാറുണ്ട്. അത് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കാറ്റലോഗ്സ് കാണിച്ചു കൊടുത്തിട്ട് അവരങ്ങനെ ചൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് 2 ക്ലയൻസിൻ്റെ ഓർഡേഴ്സാണ്. ഇപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ ആകുമ്പം എന്തായാലും ഒരു 4-6 ബെഡ്ഷീറ്റ്സ് ഓരോരുത്തർക്കും ആവശ്യം വരാറുണ്ട്. കാരണം എന്തായാലും ഒരു മിനിമം 3-4 റൂംസ് ഉണ്ടാവുമല്ലോ. പിന്നെ മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എക്സ്ട്രാസ് വേണമല്ലോ ബെഡ്ഷീറ്റ്സ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് സെലക്റ്റഡ് പീസസ് ഇവിടെ കൊണ്ടുവന്നു ക്ലയൻസിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്ത ഐറ്റംസ്. ഇതിന് അത്ര അതായത് നമ്മൾ ഹോം സെൻറ്ററും പാൻ ഹോമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തത് റേറ്റ് കുറവാണ്, പക്ഷേ നല്ല മെറ്റീരിയലും ആണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ സിംഗിളായിട്ടൊന്നും അയക്കുന്നില്ല. ഒരു ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അയച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്കിങ്ങനെ ഒരു റിക്വയർമെൻറ്റ്, അതായത് ഹൗസ് വാമിങ്ങിൻ്റെ ഐറ്റംസിൻ്റെ റിക്വയർമെൻറ്റ് വരുമ്പം അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് എളുപ്പം. മറ്റേത് സിംഗിളായിട്ട് അയക്കൽ എനിക്കും ബുദ്ധിമുട്ടാണ് കാർഗോയിൽ സെൻഡ് ചെയ്യൽ. നല്ല ഡിസൈൻസ് ആയിരുന്നു, അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്, അതെല്ലാം പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ പലപ്പോഴായിട്ട് കാണിച്ച ഐറ്റംസ് എല്ലാം തന്നെയാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണം, കുറച്ച് ആവശ്യങ്ങളുണ്ട്. നോർമലി പാകിസ്ഥാനി സ്യൂട്ട്സ് ലെങ്ത്ത് കുറവായിരിക്കുമല്ലോ, പക്ഷേ ലെങ്ത്ത് ഇല്ലാതെ തന്നെയാണ് ഞാൻ ഇടാറ്. പക്ഷെ എന്നിരുന്നാലും ചില ചുരിദാറിന് കുറച്ചുകൂടി ലെങ്ത്ത് ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് പിന്നെ ഉള്ള രീതിയിലുള്ളത് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തത് ഞാൻ ലെങ്ത്ത് കൂട്ടി കൊടുക്കാറുണ്ട്. അതായത് കുറച്ച് ക്ലോത്ത് എന്തെങ്കിലും മാച്ചിങ് ആയിട്ടുള്ളത് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ 1-2 ചുരിദാർ പെൻഡിങ് ഉണ്ട്. പിന്നെ അതുപോലെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. എന്തായാലും ഇൻഷാ അല്ലാ വെക്കേഷനൊക്കെ വരാൻ പോവല്ലേ, നാട്ടിലെന്തായാലും പോവല്ലോ. അപ്പോൾ അപ്പോഴേക്കും ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പണിയില്ലല്ലോ. പിന്നെ ഒന്നാമത് ഇനിയിപ്പം ഈദൊക്കെ ആകുമ്പോൾ പിന്നെ ഇവിടെ എല്ലാം കൊണ്ടും റഷാവും. അതുകൊണ്ട് ഇപ്പം റഷ് ഇല്ലാത്തൊരു ടൈമിൽ പോയിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും അതെല്ലാം നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടോ, ഏത് രീതിയിലാണ് ഞാൻ അതൊക്കെ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാച്ചിങ് ക്ലോത്ത് എടുക്കണം. എന്നിട്ട് 2-3 രീതിയിൽ ഞാൻ അതിന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ എടുക്കാം, എന്നിട്ട് ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ. മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സൽവാർ കമീസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. കറക്റ്റ് മെഷർമെൻറ്റിലൊരു പാൻറ്റും പിന്നെ ഒരു ടോപ്പെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.